മണിപ്പൂരിന്റെ തെരുവുകളിൽ നിന്നുള്ള നിലവിളി അടങ്ങിയിട്ടില്ല. മണിപ്പൂരിന്റെ തെരുവിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നിരവധി സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതിലെ സിപിഎമ്മിന്റെ പ്രതിനിധി പറയുകയുണ്ടായി, രാജ്യത്തെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, സമര പോരാട്ടങ്ങൾ നടത്താൻ പോവുകയാണെന്ന്. എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇവരുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാതെ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഇവർക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സമരം ചെയ്ത സമയത്ത് അവർക്ക് മുന്നിലേക്ക് മുഖം തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് സമരത്തെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. പിന്നെ മണിപ്പൂരിലെ സ്ത്രീകളെ വിലപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ പാലക്കാട് ജില്ലയിലെ 20 കിലോമീറ്റർ അപ്പുറത്ത് വാളയാറിലെ 2 പിഞ്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തി കെട്ടിത്തൂക്കിയതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ലാതിരുന്ന ആളുകള്, വണ്ടിപ്പെരിയാറിലെ ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകള്, ലോകം മുഴുവൻ വൻ നാശം വിതച്ചുകൊണ്ടിരുന്ന കോവിഡ് മഹാമാരിക്കിടയിലെ ആംബുലൻസിനകത്ത് പത്തനംതിട്ട ആറന്മുളയിലെ ആംബുലൻസിനകത്ത് ഒരു പെൺകുട്ടിയെ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകളാണ് ഇപ്പോ സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതേ സിപിഎമ്മിന്റെ പ്രതിനിധി തന്റെ സഹോദര പ്രസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയോട് ASFന്റെ നേതാവിനോട് എന്താ പറഞ്ഞത്? തന്തയില്ലാത്ത കുഞ്ഞിനെ ജനിപ്പിച്ചു തരുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.